ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ ഇടയായിട്ട് ജോബ് ഓഫറിന്റെ വീഡിയോസ് ഇട്ടപ്പോൾ ചിലവർക്കൊന്നും മെയിൽ ഐ ഡി വർക്ക് ആവുന്നില്ല, അതുപോലെ തന്നെ ലിങ്ക് ഓപ്പൺ ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനി മുതൽ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് പ്രോപ്പറായിട്ട് മീൻസ് എനിക്ക് എന്താണോ അവിടെ വരുന്നത് അതാണ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നത് കേട്ടോ. എനിക്ക് വരുന്ന മെയിൽ ഐ ഡി ആണ് ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നത്. അതായത് ആ ഒരു ജോബ് ഓഫറിന് വേണ്ടിയിട്ട് അവരിട്ട ആഡിൽ ഉള്ള മെയിൽ ഐ ഡി ആണ് ഞാൻ ഇതിലേക്ക് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇതാക്കുന്നത്. അപ്പോൾ അതിൽ ചിലർക്ക് കിട്ടുന്നില്ലെന്ന് പറയുന്നു. അപ്പൊ ഇനി മുതൽ ഞാൻ ഉറപ്പായിട്ട് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ പോസ്റ്റുകൾ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ലാസ്റ്റ് ഇപ്പൊ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹോം കെയറിൽ വേക്കൻസിനെ കുറിച്ചിട്ട്. അപ്പൊ പലർക്കും ഡൗട്ടാണ് ഹോം കെയർ നല്ലതാണ്, ഹോസ്പിറ്റലിൽ എങ്ങനെ ഹോം കെയർ, അതായത് വാക്കിൻ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ കുറെ പേർക്ക് ഡൗട്ട് ഹോം കെയർ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ എടുക്കുന്നത്. അതായത് ഇപ്പൊ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്, എല്ലാവരും മീൻസ് അറിയില്ലാത്തവരെ ഞാൻ ഉദ്ദേശിച്ചിട്ടോ, അവരുദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം കെയർ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു കമ്പനി അവർ നടത്തുന്നു അങ്ങനെയല്ലേ, അതെന്താ ഹോസ്പിറ്റലിൽ ഹോം കെയറിന് എടുക്കുന്നത്, അപ്പോൾ ഹോസ്പിറ്റലിൽ ഹോം കെയർ നടത്തുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ ഡൗട്ടായിരുന്നു. ഉറപ്പായിട്ടും ചില ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ചില ക്ലിനിക്കുകാർ സൈഡായിട്ട് അവർ ഹോം കെയറും കൂടി ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ IP പേഷ്യൻസ് കാര്യങ്ങൾ OP അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അവിടെ വരുന്ന പേഷ്യൻസ് ഡിസ്ചാർജ് ആയി പോകുന്ന മെയിൻ ആയിട്ട് ഡിസ്ചാർജ് ആയി പോകുന്ന പേഷ്യൻസിന് അവരെന്ത് ചെയ്യുന്നു, അവർക്ക് ഇപ്പോൾ ഹോം കെയർ സർവീസ് വേണമെന്ന് പറയുവാണെങ്കിൽ എന്ത് ചെയ്യും, ആ സെയിം ഹോസ്പിറ്റലിലെ നേഴ്സിന് തന്നെ എന്ത് ചെയ്യുന്നു, അവർക്ക് ഹോം കെയറിന് എന്ത് ചെയ്യുന്നു പറഞ്ഞു വിടുന്നു. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ട്രസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ അവിടെ ഓൾറെഡി IP ആയി കിടന്ന പേഷ്യൻസ് ആകുമ്പോൾ ഒന്നും കൂടി ഒരു ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഈ ഹോസ്പിറ്റലിൽ തന്നെ ബുക്ക് ചെയ്യാനും ഒക്കെ പെട്ടെന്ന് കുറെ ബുക്കിങ്സും കാര്യങ്ങളും ഒക്കെ കിട്ടും. എന്ന് വെച്ചാൽ അവർ തേടിപ്പിടിച്ച് ഹോം കെയർ കമ്പനികളൊന്നും അന്വേഷിച്ചൊന്നും ഇതാക്കണ്ടല്ലോ. അപ്പോൾ ഇതുവരെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം എന്ത് ചെയ്യുന്നു, ആ ഹോസ്പിറ്റലിൽ മൊത്തമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അത് ഫോളോ അപ്പ് ചെയ്തിട്ട് പേഷ്യൻസിന് വീട്ടിൽ പോയി ഹോം കെയർ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഹോം കെയർ. അപ്പൊ അങ്ങനെയാണ് ഹോം കെയർ അവിടെ നടത്തുന്നത് ഹോസ്പിറ്റലിലൊക്കെ. അപ്പൊ നമ്മൾ അവിടെ ഒരു പ്രസൻസും നമ്മൾ അവിടെ ആ ഹോസ്പിറ്റലിൽ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് എന്ത് ചെയ്യുന്നു, ഓരോ പേഷ്യൻസ് വരുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, അവരവിടെ കൊണ്ടുപോയി ലൊക്കേഷനിൽ ഇറക്കുന്നു, നമ്മൾ ചെയ്യുന്നു. നമ്മൾ ഹോസ്പിറ്റലുമായിട്ട് എന്തെങ്കിലുമൊക്കെ അല്ലാണ്ട് മാനേജ്മെന്റോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് അല്ലാണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അങ്ങനെ വരുന്നില്ല. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാ ഹോസ്പിറ്റലിലും തരുന്നുണ്ട്. ഈ പ്രൊബേഷണൽ പീരീഡ് കാര്യങ്ങൾ വിസ എല്ലാം നമുക്ക് അതേപോലെ തന്നെയാണ്, സെയിം സാധാ ഹോസ്പിറ്റൽ എങ്ങനെ അതുപോലെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹോം കെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ. വൺസ് ഹോം കെയർ ഒന്നും ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, OP യിലേക്ക് അങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് അങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ ഹോസ്പിറ്റലിൽ വരാറുള്ള അവർക്ക് എപ്പോഴും പേഷ്യൻസിനെ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പേഷ്യൻസിന് ഇപ്പോൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ബ്ലഡ് കളക്ഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ IV മെഡിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്യും, എല്ലാത്തിനും ഇപ്പോൾ നേഴ്സിന് വേണം. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലിന് ഈ എടുക്കുന്ന നേഴ്സസിനെ വീട്ടിലേക്ക് ഇതാക്കുന്നു. അതിന് നമുക്ക് എന്ത് ചെയ്യുന്നു, ഗൈഡ് ലൈനും കാര്യങ്ങളും എന്താ പറയുക, നമുക്ക് പ്രാക്ടീസും കാര്യങ്ങളും. ഇപ്പൊ നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ പോലും അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, അവര് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് വിടുന്നത്. ഹോം കെയറിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്താണ് ഹോം കെയർ, അതുപോലെ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഹോം കെയറിലേക്ക് എല്ലാവർക്കും തന്നെ അഡ്ജസ്റ്റ് ആവണം എന്നില്ല. എന്തെന്ന് പറയാം, അതൊരു എൻറ്റയർലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. നമ്മൾ ഹോസ്പിറ്റലിലും ക്ലിനിക്കിലും ഒന്നും വർക്ക് ചെയ്യുന്ന ഡയറക്റ്റ് കുറെ പേഷ്യൻസിനെ കാണുന്നു, കെയർ കൊടുക്കുന്നു, കഴിഞ്ഞു വരുന്നു. ഇതങ്ങനെയല്ല. ഇപ്പോൾ 12 hours ഷിഫ്റ്റ് ആണെങ്കിൽ നമ്മൾ ഒരു പേഷ്യന്റിനെ തന്നെ ഫുൾ ഡേ ഇരുന്ന് അവർക്കുള്ള കെയറും കാര്യങ്ങളും, അതായത് അവരുടെ ഓരോ അസുഖത്തിനനുസരിച്ചുള്ള കെയർ കാര്യങ്ങളും. ഇപ്പൊ ഹോസ്പിറ്റൽ അങ്ങനെയല്ല, പല കാറ്റഗറിയിലുള്ള പേഷ്യൻസ് വരും, അല്ലെങ്കിൽ പല അസുഖങ്ങളുള്ള പേഷ്യൻസ് വരും. ഇവിടെ അങ്ങനെയല്ല, ഒരു പേഷ്യന്റ് ആ പേഷ്യന്റിന്റെ ഡയഗ്നോസിസ്, അതിന് വേണ്ട കെയർ കാര്യങ്ങൾ, ഇപ്പൊ ട്രക്യോസ്റ്റമിയോ റൈസ് ട്യൂബോ അല്ലെങ്കിൽ ഓസ്റ്റിയോമിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നു. ബാക്കിയുള്ള സമയത്ത് മെഡിസിൻ കാര്യങ്ങൾ എടുക്കുന്നു, IV ഉണ്ടെങ്കിൽ IV കൊടുക്കുന്നു, ആന്റിബയോട്ടിക് അങ്ങനെ എന്തെങ്കിലും എടുത്തു കൊടുക്കുന്നു. ഈ ഒരു സർവീസ് അതായത് 1:1 എന്ന റേഷ്യോയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. ഹോസ്പിറ്റലിൽ തമ്മിൽ എൻ്റയർലി ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ സെറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നല്ല, ഒരു ഹോം അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഉണ്ടാവുക. അവരുടെ കുറെ ആൾക്കാർ വരുന്നു, അവിടെ അവർ ഓൾറെഡി ലീവ് ചെയ്യുന്ന ഹോമിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതും ഇതൊക്കെ ആയിട്ട് നമ്മൾ അവിടെ വർക്ക് ചെയ്യണ എൻവയോൺമെന്റും കാര്യങ്ങളും എൻ്റയർലി ഫുൾ ഡിഫറെന്റ് ആണ് ക്ലിനിക് ഹോസ്പിറ്റൽ തമ്മിലുള്ളത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും തന്നെ അഡ്ജസ്റ്റ് ആവണം എന്നില്ല. പക്ഷെ നമ്മൾ വൺസ് ഒന്ന് അതുമായിട്ട് അഡ്ജസ്റ്റ് പൊരുത്തപ്പെട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ല സാലറി തന്നെയാണ്.
RN-നും ആണെങ്കിൽ RN-നും അസിസ്റ്റന്റ് നഴ്സിനും ഒക്കെ നല്ല സാലറി ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ് ഹോം കെയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട് ആയിരുന്നു ഈ ഒരു കാരണം, ഹോസ്പിറ്റലിൽ എങ്ങനെ ഹോം കെയർ നടത്തുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ഡിസ്ചാർജ് ആയി പോകുന്നത് വിത്ത് കെയർ കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ ലബോറട്ടറി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ അവർക്ക് ഫോളോ അപ്പ് വരുന്ന പേഷ്യൻസിന് ഇപ്പോൾ വരാൻ പറ്റില്ലെങ്കിൽ അവിടെ പോയി ബ്ലഡ് എടുത്തു കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് IV കാര്യങ്ങളൊക്കെ ഇപ്പം വിത്ത് മെഡിസിനിലൊക്കെ ഡിസ്ചാർജ് ആയി പോവുകയാണെങ്കിൽ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ തന്നെ നഴ്സസിന് എന്ത് ചെയ്യുന്നു, ഹോം കെയറിലായിട്ട് സർവീസ് വാങ്ങുന്നു. 12 hour ഷിഫ്റ്റ് തന്നെ വരുന്നത്, നൈറ്റും ഡേയും ഉള്ള 12 hour ഷിഫ്റ്റ് തന്നെ വരുന്നത്. നമുക്ക് ഹോസ്പിറ്റലിൽ അങ്ങനെ ആയിട്ട് ഒരു ജോലി ഇല്ല. നമ്മളെ എന്ത് ചെയ്യുന്നു, ചിലവർ ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, ചിലവർ ഹോസ്പിറ്റല് ത്രൂ ഹോസ്പിറ്റൽ അങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ച് വീട്ടിലേക്ക് നമ്മുടെ ഓൺ ട്രാൻസ്പോർട്ടേഷൻ എടുക്കണം കേട്ടോ. അപ്പൊ ഇതാണ് ഹോസ്പിറ്റലിൽ എടുക്കുന്ന ഹോം കെയർ. അപ്പൊ നിങ്ങൾക്ക് ഹോം കെയറും കാര്യങ്ങളും, അതായത് ഒരാളുടെ വീട്ടിൽ പോയിട്ട് ഒരു പേഷ്യൻസിനെ നോക്കുന്ന ഒരു ഇതാണ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് പല എക്സ്പീരിയൻസുകളും ഉണ്ടാവും. ഞാൻ അതിന്റെ പോസിറ്റീവും നെഗറ്റീവ് വശവും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മോർ എന്തെങ്കിലും അറിയാമെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാൻ. ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആവും. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല സാലറിയും കാര്യങ്ങളും ആണ്, വേറെ എവിടെയും ജോലി കിട്ടിയില്ല, നിങ്ങൾ കുറെ നാളായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഹോം കെയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് മോർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അറിയാമെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഹോം കെയറിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഹോം കെയറിലെ മെയിൽ ID, നല്ല ഹോം കെയർ ഏതാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് കമന്റ് ഇട്ടാൽ മതി. ഞാൻ നല്ല ഹോം കെയറുകളും ലൈസൻസ്ഡ് ആയിട്ടുള്ള ഹോം കെയറുകളൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ജോബ് ഓഫർ വരുമ്പോൾ ഈസി ആയിട്ട്